സജീറാണ്. നമ്മുടെ ചന്ദ്രയാൻ 3 പഠനത്തിന്റെ കുറച്ച് ഭാഗങ്ങള് ഇന്ന് നാച്ചർ ജേണലിൽ PR അഹമ്മദാബാദിലെ ശാസ്ത്രജ്ഞര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവർ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ ഒരു ഹൈപ്പോസിസ് കൺഫേം ചെയ്യുകയാണ്, ഗ്രൗണ്ട് ലെവൽ കൺഫേം ചെയ്യുകയാണ്. എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രൻ പണ്ട് ഭൂമിയുടെ ഭാഗമായിരുന്നു. ഒരു ഉൽക്ക വന്ന് ഇടിച്ചപ്പം നമ്മുടെ ഭൂമിയുടെ ഒരു കഷ്ണം അടർന്നു പോവുകയും അത് പിന്നീട് ചന്ദ്രനായി രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് തിയറി. അപ്പം അങ്ങനെ അടർന്നു പോയ ഒരു കഷ്ണത്തിന് ഹൈ എനർജി ആയതുകൊണ്ട് തന്നെ അതൊരു മോൾട്ടൺ മാഗ്മ സ്റ്റേജിലേക്ക് മാറുകയും അതിന്റെ സർഫസിൽ ഉണ്ടായിരുന്ന ഹൈ ഡെൻസിറ്റിയുള്ള പാറക്കഷ്ണങ്ങൾ അതിന്റെ ചന്ദ്രൻ അടിത്തട്ടിലേക്ക് ആഴ്ന്നു പോവുകയും അതോടൊപ്പം ഡെൻസിറ്റി കുറഞ്ഞ പാറക്കഷ്ണങ്ങളെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ പൊങ്ങി വരിക ചെയ്തിരുന്നത്. അത് പിന്നീട് തണുത്തപ്പം ഇന്നീ കാണുന്ന ചന്ദ്രന്റെ സർഫസായി ഫോം ചെയ്യുന്നുള്ളതാണ് തിയറി. അപ്പം നമ്മുടെ ചന്ദ്രയാൻ ഘടിപ്പിച്ച ആൽഫ എക്സ്റേ സ്പെക്ട്രോമീറ്റർ ചന്ദ്രന്റെ 23ഓളം സർഫസിലുള്ള 23 സ്ഥലങ്ങളിലെ മെഷർമെന്റ് എടുക്കുകയും അതിന്റെ റിസൾട്ടുകളെ കൾമിനേറ്റ് ചെയ്തതിനു ശേഷം ഇവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊരു തിയറി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേപ്പർ ലിങ്ക് ഇൻട്രസ്റ്റ് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ കമന്റ് കൊടുക്കാം. അപ്പം ഇന്ത്യൻ സ്പേസ് മിഷന്റെ എഫേർട്ടുകൾക്കുള്ള ഒരു സക്സസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ്. അപ്പം ഹാറ്റ്സ് ഓഫ് ടു ദം. So see you again. Thank you. Bye.